മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് മധുരമുള്ള പലഹാരങ്ങള്, അതേപോലെ തന്നെ പായസം, പിന്നെ എന്തേലൊക്കെ കുറുക്കി ഇരിക്കാൻ തോന്നൂലേ? നല്ല ചൂടുള്ള പരിപ്പ് വടയും കട്ടൻ ചായയും ഇതൊക്കെ ആരാ കൊതിക്കാത്തത് മഴക്കാലമാകുമ്പോൾ. പിന്നെ നമ്മുടെ ഇവിടെ അരിമണി മെയിനാണ് മഴക്കാലത്ത്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല മധുരമുള്ള പാലട പായസം ഉണ്ടാക്കാൻ പോവാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. കുട്ടപ്പായുടെ പിറന്നാളിന് പായസം ഉണ്ടാക്കിയിട്ടേ നമുക്ക് മതിവരോളം അങ്ങോട്ട് കുടിക്കാൻ പറ്റിയില്ല കേട്ടോ. കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ നമ്മള്. അപ്പോൾ ഇതാ പായസം ഉണ്ടാക്കാൻ പാലട പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അടയൊക്കെ ഇതാ എടുത്ത് വെക്കുന്നുണ്ട്. ഉണ്ടാക്കുന്നത് ആരാന്ന് പ്രത്യേകം ചോദിക്കണ്ടല്ലോ. പായസത്തിന്റെ മെയിൻ ആൾ ഇവിടെ ഏട്ടനാണ്. അമ്മയ്ക്ക് പോലും ഏട്ടൻ ഉണ്ടാക്കുന്ന അത്ര രുചിയിൽ ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. അപ്പം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊപ്പം ചെയ്തു കൊടുക്കുന്നല്ലാണ്ട് അതിലേക്ക് മേൽക്കോയ്മ എടുക്കാൻ പോവാറില്ല എന്നർത്ഥം. അപ്പം ഇന്നത്തെ രാവിലത്തെ സ്പെഷ്യല്, നമ്മുടെ രാവിലത്തെ കടി നല്ല പുട്ട്, അതായത് ചുവന്ന അരിയോട് ഉണ്ടാക്കിയിട്ടുള്ള പുട്ടും പിന്നെ നല്ല ചിക്കൻ കറിയാണ് കേട്ടോ. വായിൽ വെള്ളം വരണു. എനിക്ക് ആ പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. ചുവന്ന അരി കൊണ്ട് പൊടിപ്പിച്ചെടുത്തിട്ടുള്ള പുട്ടില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ചായയുടെ കടിയൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതാ നമ്മുടെ ഇടാനുള്ള വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ മാറ്റി വെച്ചിട്ടുള്ള അടല്ലേ, അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ആള് നമ്മുടെ ഏട്ടനാണ്, ഞാൻ പറഞ്ഞല്ലോ. പുറത്ത് അടുപ്പിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് മൂപ്പരാൾ എന്ത് ചെയ്തു, നമ്മുടെ ഉരുളിയൊക്കെ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് പോണേന് മുന്നേ അടുപ്പൊക്കെ കത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇതേപോലെ അടുപ്പിൻ്റെ മുകളിൽ കുറേ കൂടാരങ്ങൾ ഉണ്ടാവും വിറകിൻ്റെ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വിറക് നന്നായിട്ട് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നനഞ്ഞ വിറകല്ലേ ഉണ്ടാവുക. അപ്പം നമ്മുടെ അടുപ്പിലെ പരിപാടികളൊക്കെ വെക്കലും പിടിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ വിറകുകൾ മുൾക്കിരീടങ്ങളാക്കിയിട്ട് ഇതുപോലെ കൊടുന്ന് വെക്കും. അങ്ങനെ അടുപ്പിൻ്റെ ചൂട് കൊണ്ട് നമ്മുടെ വിറകുകളൊക്കെ നന്നായിട്ട് വിറകും കൊള്ളി പോലെ പോവും. നമ്മൾ തണവ് കൊണ്ടിട്ട് നമ്മുടെ കൈ വിറങ്ങലിക്കണ പോലെ തന്നെ നമ്മുടെ അടുപ്പിൻ്റെ ചൂട് കൊണ്ടിട്ട് നമ്മുടെ പച്ച വിറക് ഉണ്ടായിരുന്നത് ഇങ്ങനെ വിറകും കൊള്ളി പോലെ ആവും. അപ്പോൾ അതാ ചെറിയ ചെറിയ പീസുകളൊക്കെ ഞാൻ എടുത്ത് കൊടുക്കണം കേട്ടോ, അടുപ്പിൽ തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടുപ്പൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് കത്തിച്ച് അങ്ങോട്ട് എടുത്തു. അങ്ങോട്ട് വലുതായിട്ട് തന്നെ കത്താൻ തുടങ്ങി. അങ്ങനെ ഉരുളിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഉരുളി നന്നായിട്ട് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പുറത്ത് കുറച്ച് പണികളുണ്ട്. അപ്പം ഞാനിങ്ങനെ ഏട്ടനോട് ചോദിക്കുന്നുണ്ട്, ഏട്ടാ നിങ്ങൾ വീഡിയോ എടുക്കുമോ അതോ ഞാനിവിടെ നിൽക്കണോ? അപ്പോൾ എനിക്ക് ആളെ മൂളിച്ച കണ്ടിട്ട് വലിയ തൃപ്തികരമായില്ല. അപ്പം ഞാൻ അവിടെ നിന്നിട്ട് തന്നെ എനിക്ക് പറ്റാവുന്നിടത്തോളം വീഡിയോസ് എടുത്തോട്ടോ. അപ്പം മഴ നന്നായിട്ട് കനത്ത് വരുമ്പോഴേക്കും നമുക്ക് പുറത്ത് പണികളൊക്കെ കഴിക്കണം. വേറൊന്നല്ല, അടിച്ചു വാരി തുടക്കുക, അരിത്തന്നവളൊക്കെ ഒന്ന് അടിച്ചത് കഴുകിയിടുക. പിന്നെ തുണികളുണ്ട്, അത് ഉമ്മറത്തൊന്ന് കൊടന്ന് തോരടണം. അപ്പം ഇതാ പഞ്ചസാര ഉരുളിയിലിട്ട് നന്നായിട്ട് ഏട്ടൻ ഒരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഏകദേശം കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ട് ഞാൻ മൊബൈൽ അവിടെ വെച്ചിട്ട് പോയി. ഞാൻ മൂപ്പരാളോട് പറഞ്ഞു, അതെ ഞാൻ പുറത്തേക്ക് പോവുകയാണെങ്കിൽ പറ്റിച്ച വീഡിയോ എടുക്കട്ടോ. എന്നൊരു മൂളി എന്നോട്. ആ മൂളൽ തന്നെ ഉണ്ട്, ഞാൻ എടുക്കില്ല എന്നുള്ള ഒരു ഉത്തരം. അപ്പോൾ പിന്നെ ഞാൻ വർത്താനൊന്നും പറയാൻ പോയില്ല. അപ്പോൾ പറ്റാവുന്നിടത്തോളം വീഡിയോ എടുത്തിട്ട് ഫോൺ അവിടെ വെച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ മൂപ്പരാൾ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ പായസം എന്തായാലും അധികം ഗംഭീരാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. ഞാനിവിടുന്ന് പോയാലും മൂപ്പരാൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കുമെന്നറിയാം. പറച്ചിലെ കേട്ടതൊന്നും ഞാൻ നമ്മുടെ റെസിപ്പിയൊക്കെ പറഞ്ഞു കൊടുത്തേന്ന് അല്ല കേട്ടോ. ഈ ഫുൾ റെസിപ്പി ഏട്ടൻ്റെയാണ്. ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ പരിപാടികൾ, പൂരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഏട്ടൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടായിരിക്കും. പോർക്ക് ഏട്ടൻ നന്നായിട്ട് വെക്കും. അപ്പോൾ പോർക്കിൻ്റെ കറി ഇവിടെ ഉണ്ടാവാറ്, കറിയല്ല റോസ്റ്റ് ഇവിടെ പൂരത്തിന് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ പിറന്നാളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആരുടെയെങ്കിലും പിറന്നാളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏട്ടൻ്റെ ഒരു റെസിപ്പി പായസത്തിൻ്റെ കൂട്ട് അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുട്ടപ്പായുടെ പിറന്നാളിന് ഞാൻ പറഞ്ഞല്ലോ ഇതേപോലെ തന്നെയാണ് പായസം വെച്ചത്. അപ്പം അത് തികയാത്തതുകൊണ്ട്, കുടിച്ചും മതിയാവാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഫുൾ ക്രെഡിറ്റ് ഏട്ടനാണ് കേട്ടോ, പായസത്തിൻ്റെ ക്രെഡിറ്റ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പായസം ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ തിളപ്പിച്ചെടുത്തു കേട്ടോ. തിളച്ച പാലെടുത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് എടുത്ത് കൊടുത്തു. അങ്ങനെ എന്താ നമ്മുടെ ഉരുളിക്കുട്ടലിലേക്ക് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പായസം റെഡി ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് തിളച്ച് നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അട ഇട്ട് കൊടുക്കാം കേട്ടോ. അട ഏറ്റവും അവസാനം ഇട്ട് കൊടുക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ അതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടത്, ഇളക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ പായസം ചിലപ്പോൾ അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇത്രയും നേരം നിങ്ങൾ പായസം ഉണ്ടാക്കണത് ഞാൻ എന്തായാലും വീഡിയോ എടുത്തില്ലേ, നിങ്ങളൊന്ന് ചിരിക്കണത് വീഡിയോ എടുക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഇതാ മൂപ്പരാൾ ഒരു ചിരി തന്നിട്ടുണ്ട്. വേണോ വേണ്ടേ വെച്ചിട്ടുള്ളൊരു ചിരിയാണത്. ഏട്ടൻ പൊതുവെ ഇങ്ങനെ മീഡിയയുടെ മുന്നിലൊക്കെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ആളെ ആക്റ്റീവ് അല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് തമാശകൾ പറയും, ഒരുപാട് ഞങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കും. എപ്പോഴും ഇല്ല, നമുക്ക് വൈകുന്നേരം കുറച്ച് സമയം കിട്ടുമല്ലോ, ആ സമയത്തൊക്കെ ഞാനും കുട്ടപ്പായും ഏട്ടനും കൂടി ഇരുന്നിട്ട് ഒരുപാട് സംസാരിക്കും. അപ്പം ഞാൻ അങ്ങനെ പറയേ, ഇതൊക്കെ ശരിക്കും വീഡിയോ എടുത്തിടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ എന്നോ വമ്പം ഹിറ്റ് അടിച്ചിട്ടുണ്ടാവും ഏട്ടാ. അപ്പം മൂപ്പരാൾ പറയുന്നൊരു കാര്യമാണ്,
അപ്പോൾ വീഡിയോയുടെ മുന്നിൽ നമുക്കിങ്ങനെ സംസാരിക്കാൻ തോന്നില്ലടി. അത് അതെന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല. ശരിക്കും നമ്മുടെ വീട്ടിലെ ഞങ്ങൾ അമ്മയും കുമാറും ഏട്ടനും എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കണതൊക്കെ ശരിക്കും നാച്ചുറലായിട്ട് അവർ കാണാതെ എടുത്തിടുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. പക്ഷെ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അത് അവരുടെ സ്വകാര്യത അല്ലേ. അപ്പം എപ്പോഴും കുമാറാണെങ്കിലും അമ്മയാണെങ്കിലും ഏട്ടനാണെങ്കിലും വീഡിയോ എടുക്കണ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും സേഫ് അല്ലാത്ത പോലെ, ഒരു എന്താ പറയുക, ഒരു സുഖമില്ലാത്ത പോലെ ഇരിക്കണത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടേ വീഡിയോ ഇടാറുള്ളൂ. പിന്നെ എൻ്റെ കുട്ടപ്പായ്ക്കും എനിക്കും യാതൊരുവിധ പ്രശ്നവുമില്ല. അപ്പോൾ മാക്സിമം ഞാൻ അവനെ നമ്മുടെ പിള്ളേരൊക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വീഡിയോസ് എടുക്കാറുള്ളത്. അങ്ങനെ നമ്മൾ അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിക്കും. വൃത്തിയാക്കാന്ന് വെച്ചാൽ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് തട്ടി കളഞ്ഞിട്ട് ആ വെണ്ണൂറൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ വിറക് അതേപോലെ തന്നെ ഉണക്കാൻ വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കത്തിപ്പിടിക്കില്ലേ എന്നൊക്കെ പലരും വിചാരിക്കും. ഏട്ടൻ തന്നെ എന്നോട് ചോദിച്ചത് കത്തിപ്പിടിക്കില്ലേന്ന്. പക്ഷെ അങ്ങനെ കത്തിപ്പിടിക്കുന്നില്ല കേട്ടോ, നനഞ്ഞ വിറകല്ലേ. പിന്നെ ഇത്രയും തീയിൽ നമ്മൾ വെക്കൂലേ, തീയൊക്കെ കെടുത്തിയതിന് ശേഷമാണ് കേട്ടോ വെക്കാറുള്ളത്. പിന്നെ ഇതേപോലെ ചിരട്ടകൾ നമ്മളിവിടെ അടുപ്പിൻ്റെ അവിടെ കൊടുന്ന് വെക്കും. പുറത്ത് വെക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാക്കെടുത്തോണ്ട് പോകും, അല്ലെങ്കിൽ നമ്മുടെ പൂച്ചക്കുട്ടികളുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് തട്ടി കളിക്കും. പിന്നെ അതിൽ വെള്ളം നിറഞ്ഞ് കൊതുക് വരും. അപ്പോൾ മാക്സിമം നമ്മൾ അടുപ്പിൻ്റെ അവിടെ തന്നെ വെക്കും. അപ്പോൾ പിന്നെ നമുക്ക് കത്തിക്കാനും എടുക്കാമല്ലോ. അങ്ങനെ വിറകൊക്കെ ഓരോ സൈഡ് ഇങ്ങനെ വെച്ച് വരികയാണ് കേട്ടോ. അപ്പം ഞാൻ നല്ലോണം ഒന്നും വൃത്തിയാക്കി എടുക്കണില്ല. എന്തായാലും വിറക് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ കരടും പൊടിയാവും. അപ്പോൾ പിന്നെ വീണ്ടും നമ്മളത് ഇരട്ടിപ്പണിയാവില്ലേ. അപ്പോൾ നനഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വിറക് ഉണങ്ങി കിട്ടാനും ബുദ്ധിമുട്ടാവും. നല്ലോണം നനച്ചൊന്ന് തുടച്ചെടുക്കാച്ചാലേ പിന്നെ ഒരു എരി മാത്രം തുടച്ചെടുക്കണ്ടേ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വിറകുകൾ ഇങ്ങനെ ഓരോ സൈഡ് വെച്ചിട്ട് വന്നു. അങ്ങനെ അടുപ്പിൻ്റെ മുകളിൽ നമ്മൾ അടുപ്പിലേക്ക് വീഴാത്ത രീതിയിൽ അടിയിൽ ചെറിയ ഒരു വിറകിൻ്റെ കഷ്ണം വെച്ചിട്ട്, അതായത് നല്ല നീളമുള്ള 2 വിറകിൻ്റെ കഷ്ണം വെച്ചിട്ട് പെട്ടെന്ന് കത്തി പിടിക്കാതെ ഇരിക്കാനുണ്ട്. അതായത് നല്ല തടിയുള്ള വിറക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തി പിടിക്കില്ല. ഈളുവടിയൊക്കെ വെക്കുന്ന വെച്ച് ചിലപ്പോൾ കത്തി പിടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് വിറകൊക്കെ നല്ലോണം ഒതുക്കി വെച്ചു കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള പണികളിലേക്ക് കിടക്കാം. അപ്പോൾ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. പഞ്ചസാര ഒരു തലക്കിലിരിക്കുന്നുണ്ട്, നെയ്യൊരു തലക്കിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അങ്ങനെ ഇവിടെ തുടക്കൽ കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് പായസം കുടിക്കുക. അപ്പോൾ ഞാൻ വേഗം ധൃതിക്ക് എല്ലാതും ചെയ്യുക. അപ്പോൾ കുറച്ച് പഞ്ചസാര ഇരിക്കണുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ പാത്രത്തിൽ ഇട്ട് വയ്ക്കണം കേട്ടോ, പഞ്ചസാരയുടെ പാത്രത്തിൽ. ഇനി അത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മറന്നു പോകും. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ട് അങ്ങനെ ഒരു ശീലം, കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചാൽ ഓർമ്മയില്ലായ്മ. അപ്പോൾ അത് പായസം ഇവിടെ റെഡി ആയിട്ട് നമ്മുടെ ഇടനാഴിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചൂടാറാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചാണ്. ഇവിടെ തന്നെയാണ് മെയിൻ സ്ഥലം. അകത്ത് അടുക്കളയിൽ വെച്ച് കഴിഞ്ഞാൽ പൂച്ച വന്നിട്ട് കുടിക്കും. പൂച്ചയുടെ പാട്ടിന് വയറടച്ചിട്ട് പോകും. പക്ഷെ നമുക്ക് കുടിക്കാൻ പറ്റും പൂച്ച തലയിട്ടത്. അപ്പോൾ ഇതാ ഇടനാഴിയിലാണ് കൊടുന്ന് വെക്കാറുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ എന്തായാലും ചോറുണ്ണേക്കാൾ മുന്നേ കുറച്ച് പായസമാണ് കുടിക്കാമെന്ന് വിചാരിച്ചു. എനിക്കെപ്പോഴും ചോറുണ്ണേക്കാൾ മുന്നേ പായസം കുടിക്കാനതാണ് ഇഷ്ടം. ചോറുണ്ട് കഴിഞ്ഞ് പായസം കുടിച്ചാലേ നമുക്ക് വല്ലാതെ ഉറക്ക ക്ഷീണമാണ്. അപ്പോൾ പായസം കുടിച്ച് നോക്കുമ്പോൾ നല്ല രുചിയുണ്ട് കേട്ടോ. അന്നത്തെ അതേ ടേസ്റ്റാണുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇനി നമുക്ക് വേറൊരു സാധനം ഉണ്ടാക്കാൻ പോവാം കേട്ടോ. ചോറുണ്ണാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും വായോ. അപ്പോൾ ഇതിന് ഒരു പേരുണ്ട്, ചിക്കൻ ചമ്മന്തി എന്നാണ് പറയുക. ഞാനിത് ഇൻസ്റ്റയിൽ കണ്ടതാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ എല്ലില്ലാത്ത കഷ്ണമാണ് നല്ലത് നമ്മുടെ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഇതൊരു കഷ്ണം ഇങ്ങനെ എല്ലില്ലാതെ ഞാൻ മേടിക്കാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് മേടിച്ചതൊന്നല്ല. കുട്ടപ്പായ്ക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ് കേട്ടോ. പിന്നെ കുട്ടപ്പായ്ക്ക് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ എല്ലില്ലാത്ത കഷ്ണങ്ങൾ കൊണ്ടുപോകായിരിക്കും ഏറ്റവും എളുപ്പം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനേ. അപ്പോൾ അങ്ങനെ മേടിച്ചാണ് കേട്ടോ. പിന്നെ അവൻ പറഞ്ഞു, അമ്മ എനിക്ക് ചിക്കൻ വേണ്ട, വേറെ എന്തെങ്കിലും അമ്മ ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അത് ചിലപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ അനുസരിച്ച് ചെയ്യും. എനിക്ക് എപ്പോഴും അവൻ ഉച്ചയ്ക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. വൈകുന്നേരത്ത് ഒരു 7 മണി 6 മണിയുടെ ഉള്ളിൽ കുറച്ച് ഭക്ഷണം കഴിച്ചാൽ എനിക്ക് വലിയ ടെൻഷനില്ല. പക്ഷെ ഉച്ചയ്ക്ക് അവൻ നന്നായി ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഭയങ്കര ഇടങ്ങേറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഇഷ്ടമുള്ള സാധനങ്ങൾ പറയണതാണ് ഞാൻ കൊടുത്തയക്കാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചിക്കനും ഇതൊന്നും കൊണ്ടുപോകാറില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളി ഉണ്ട്, പിന്നെ നമ്മുടെ സവോളയും പച്ചമുളകൊക്കെ നമ്മുടെ ഈ ഒരു സാധനത്തിന് ഈ ഒരു ചിക്കൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണം കേട്ടോ. അങ്ങനത്തെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ഞാനത് നന്നാക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഏകദേശം ഒരു 3, 4, 5 ചോളം ഉണ്ടാവും. അപ്പോൾ എത്രയും കൃത്യമായിട്ടുള്ള അളവ് എന്ന് പറയാൻ ഇത് കുറേ ദിവസം മുന്നെടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു അളവ് ഓർമ്മ കിട്ടണില്ല. അപ്പോൾ എന്തായാലും വീഡിയോയിൽ ഇത് നന്നാക്കി എടുക്കുന്നത് കാണുമ്പോൾ ഞാൻ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ അതാ വെളുത്തുള്ളിയും തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വളരെ സ്പീഡിലാണ് ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ വീഡിയോസ്. കാരണം നമ്മൾ ശരിക്കും ഇടുകയാണെങ്കിൽ ഒരുപാട് നേരം വരും. അപ്പോൾ ഒരു 5-8 ചുള വെളുത്തുള്ളി ഉണ്ട്, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഉണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് നമ്മൾ ഇടിക്കല്ലിട്ടിട്ടേ നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കുകയാണ് കേട്ടോ. എനിക്ക് എന്തോ ഈ ഇടിക്കല്ലെടുക്കുമ്പോൾ ഇത് മേടിച്ചു കൊടുന്ന കഥ എപ്പോഴും ഓർമ്മ വരും.
അപ്പം ഞാൻ ഒരു വട്ടം പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് വീണ്ടും പറയണില്ല. അപ്പോൾ ഇടിക്കല്ല് നമ്മുടെ കാലിൻ്റെ മുകളിലേക്ക് വീഴാതിരിക്കാൻ, പിന്നെ നമ്മുടെ സ്ലാബ് പൊട്ടി താഴത്തേക്ക് വരാതിരിക്കാൻ നമ്മുടെ ടവല് നമ്മൾ അടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സവോള ഒരു ചെറിയ 2-3 ചെറിയ കഷ്ണങ്ങളും കൂടി അരിഞ്ഞെടുക്കാണ്ട്, അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് അരിഞ്ഞ് എടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ വാലുള്ള പാത്രം നമ്മൾ സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കൂ. ഒഴിച്ചു കൊടുക്കൂ എന്നല്ല, ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒരു ചെറിയൊരു വട്ടപാത്രം എടുത്തിട്ട് അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് കുരുമുളക്, നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളകാണ്, അതൊരു പാത്രത്തിലാക്കി എടുത്ത് വെക്കും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, എന്നിട്ട് അതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചെറുനാരങ്ങയുടെ കുരു ഒന്നും ഞാൻ നോക്കിയില്ല കേട്ടോ, നേരം വൈകി, ഉച്ചയ്ക്ക് ഊണ് കഴിക്കണ്ടേ, നേരം വൈകി, അപ്പോൾ ഇരട്ടിപ്പണിയായി. പിന്നെ ആ കുരു തന്നെ പറക്കേണ്ടി വന്നു, അതല്ലേ പറഞ്ഞു വന്നത്. അപ്പോൾ നിങ്ങൾ പിഴിഞ്ഞ് ഒഴിക്കുമ്പോൾ കുരു പെടാതെ നമ്മുടെ അരിപ്പയിലൊക്കെ പിഴിഞ്ഞ് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് കുരു പെടാതെ അടിപൊളിയായിട്ട് നാരങ്ങയുടെ നീര് കിട്ടും. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിലുള്ള ആ കുരുവില്ലേ, നമ്മുടെ നാരങ്ങയുടെ കുരു, അതൊക്കെ ഒന്ന് പറക്കി കളഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ ഞാവൽപ്പഴം പൂത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ട് പറഞ്ഞ പോലത്തെ അവസ്ഥയാവും. ഇത് തിന്നാൻ കൊതിയായിട്ട് തിന്നുമ്പോൾ നമ്മുടെ ചെറുനാരങ്ങയുടെ കുരു കഴിച്ച് കഴിഞ്ഞാൽ എന്ത് രുചി ഉണ്ടാവുക. അതുപോലത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ ഞാൻ കുരുയൊക്കെ നന്നായി പറക്കി കളഞ്ഞു. അപ്പോൾ ഉപ്പ് ലേശം കുറവുണ്ടായിരുന്നു, അങ്ങനെ ലേശം ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. ഇത് ഇരട്ടിപ്പണി എന്ന് പറഞ്ഞത് ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ നമ്മുടെ എണ്ണ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് സവോളയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാണ് കേട്ടോ. നല്ല ബ്രൗൺ കളറാവണം, അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താ ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ ചെയ്യുന്നത്, അത് സെപ്പറേറ്റ് നമ്മൾ വഴറ്റിയെടുക്കാൻ കേട്ടോ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്തതിന് ശേഷമാണ് സവോളയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ ഈ സവോള ഇതേ അളവിൽ നന്നായിട്ട് മൂത്ത് വരണ വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് സെപ്പറേറ്റ് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ സവോളയൊക്കെ നന്നായി വഴറ്റി എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ചുവന്ന കളറാവണ വരെ വഴറ്റി എടുത്തു കേട്ടോ. എന്നിട്ട് നമ്മുടെ ഉള്ളി വഴറ്റിയതിലേക്കാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു നിറം ആവണം, അതായത് ഈ ഒരു ചുവന്ന കളറായതിനു ശേഷം മാത്രമേ നമ്മുടെ ഉള്ളി മൂപ്പിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ, അതായത് നമ്മൾ പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ ഒരു ചട്ടിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് വേവിച്ച് മുരിച്ചെടുത്ത് കളയാം കേട്ടോ. അപ്പം ഞാൻ എന്താ ചിക്കനൊക്കെ വെച്ചിട്ടുണ്ട്, തീയൊന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ്. നല്ലോണം തീയിൽ വെച്ച് ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ പതിയെ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് അതൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി തേങ്ങ ചിരകിയെടുക്കണം. തേങ്ങ അതിൽ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഞാൻ നല്ല വലിയൊരു തേങ്ങയാണ്, നമ്മുടെ അവിടെ ഉണ്ടായ തേങ്ങയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളം കിട്ടിയപ്പോൾ ഞാനൊന്ന് കുടിച്ചു. നല്ല മധുരമുള്ള വെള്ളമാണ് കേട്ടോ. ഇങ്ങനെ തേങ്ങ പൊട്ടിച്ചാൽ വെള്ളം കുടിക്കുന്ന ശീലം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അപ്പോൾ എനിക്കുണ്ട് കേട്ടോ, ഞാൻ അങ്ങനെ കുടിക്കാറുണ്ട്. അപ്പോൾ ഏട്ടനാണ് വീഡിയോ എടുത്ത് തരുന്നത്. ഞാൻ പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് എന്താണ് തേങ്ങ ഉടക്കണത് വീഡിയോയിൽ കാണിച്ചൂടെ എന്ന് എന്നോട് ചോദിക്കാറുണ്ട് ഏട്ടൻ. അപ്പം ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് മൂപ്പരാളെ കൊണ്ട് തന്നെ ഇടിപ്പിച്ചു. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ അല്ലേ. ഇത് നമ്മുടെ തേങ്ങയിലേക്കുള്ളതാണ് കേട്ടോ. ചെറിയൊരു കഷ്ണം പുളിങ്ങി 2 ചുള നമ്മുടെ ചെറിയുള്ളി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തേങ്ങ ചിരകി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് ക്രഷ് ചെയ്യല്ല, നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വറുത്തെടുത്തിട്ട് നമ്മുടെ ചിക്കനിലേക്കൊന്ന് ചേർക്കണം കേട്ടോ. ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ചമ്മന്തി റെഡി. അപ്പം നമ്മൾ തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിവിടെ സ്ലാബിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ചിട്ടാണ് തേങ്ങ ചിരകാറുള്ളത് കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ നമ്മൾ ചിരകി എടുത്തു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അതിലേക്കുള്ള സാധനങ്ങളൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ശരിക്കും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ പുളിങ്ങി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു നോൺ വെജ് ചമ്മന്തിയാണിത്. അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചെറുള്ളിയും തേങ്ങയും പുളിങ്ങയും കൂടിയിട്ടാണ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ തേങ്ങ ഞാൻ എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇതേപോലെ ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കാറാണ് പതിവ്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ കേടുവരും. അപ്പോൾ അത് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഒരുപാട് ഇടണില്ല, ആവശ്യത്തിനുള്ള ഇടണുള്ളൂ. കുട്ടപ്പായി അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണ്ട. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും സൗണ്ടുകൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ. അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ട് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കറിവേപ്പില ആവശ്യമാണ്. അത് നമ്മുടെ തേങ്ങയിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്, നമ്മുടെ ഈ ഒരു സാധനത്തിന് കേട്ടോ. അപ്പോൾ ചമ്മന്തിയിലും അതേപോലെ തന്നെ അച്ചാറിലൊക്കെ കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചി വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അധികം കറിവേപ്പിലാണ് കിടന്നോട്ടെ എന്നാണ് വിചാരിച്ചു. എന്നിട്ട് നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ചിക്കല്ലേ, അത് നമ്മുടെ ഉള്ളി മൂപ്പിച്ചയിലേക്കും ഒക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ മിക്സിയിൽ നിന്ന് നമ്മുടെ തേങ്ങ ചടപടേന്ന് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് കടുവറ എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ. അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ, നന്നായിട്ട് മൂക്കണ്ട, ഒരു വിധം മൂപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ
ഇല്ലേ ആ ചിക്കൻ നമ്മുടെ ഈ ഒരു തേങ്ങയിലേക്കാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പാത്രങ്ങൾ അധികം പരത്താൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ആ പാത്രത്തിൽ തന്നെ ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഇഷ്ടമില്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിന് തീരെ പറ്റില്ല ഈ പാത്രം കഴുകണ പരിപാടി. അതെനിക്ക് വളരെ പൂർണ്ണമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ബോധമുള്ളത് കൊണ്ട് തന്നെ പാത്രങ്ങൾ അധികം പരത്താറില്ല. അതൊരു ഇഷ്ടമില്ലായ്മയായി മാറിപ്പോയി പാത്രങ്ങൾ അധികം പരത്തണത്. അപ്പം എൻ്റെ കൈ എന്നോട് തന്നെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം ഞാൻ ശ്രദ്ധിച്ചിട്ടേ ചെയ്യാറുള്ളൂ പണികളൊക്കെ കേട്ടോ. ചെറിയൊരു മുറി വന്നാൽ മതി, ചെറിയൊരു തട്ടൽ എവിടെയെങ്കിലും വന്നാൽ മതി, അപ്പോൾ കൈ പൊട്ടും. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഞാനിതാ ചതച്ചുകൊണ്ടിരിക്കുകയാണ്. ചതച്ചെടുക്കണം, അല്ലെങ്കിൽ പിച്ചിട്ടാലും മതി. അപ്പോൾ ഞാൻ ആ ഉരുളിയിലിട്ട് നന്നായിട്ടൊന്ന് ആ പാത്രത്തിലിട്ടിട്ട് തന്നെ ചതച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ചിക്കൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുള്ള കറിവേപ്പിലും തേങ്ങയും നമ്മുടെ പുളിങ്ങ ചെറുള്ളി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുള്ള ആ തേങ്ങ ഞാൻ അതിലേക്ക് ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ വറുത്തസ്രാവിനെ വിളിക്കാം. അപ്പോൾ ഏട്ടൻ ചോദിക്കുന്നുണ്ട് ഇത് എന്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞു. ഇഷ്ടായില്ല ചമ്മന്തി? ചമ്മന്തി ആ ചമ്മന്തി തന്നെ ഇഷ്ടായോ? ആയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഉച്ചയ്ക്ക് കൊടുത്തയക്കാം, ഊണ് കഴിക്കാനൊക്കെ സ്കൂളിലേക്കൊക്കെ. അപ്പം ഞാൻ എന്തായാലും ചോറിനട്ടെ. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ ഇവിടെ നിരത്തി ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കദളിപ്പഴം ഉണ്ട്, അതേപോലെ തന്നെ റോബസ്റ്റ് ഉണ്ട്, തക്കാളി ഉണ്ട്, മാങ്ങ ഉണ്ട്, ചോളകുണ്ട്, കൊള്ളിയുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ പലഹാരത്തിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ചോളകം, അല്ലെങ്കിൽ കൊള്ളി ചോളകം, ഇതിലേതെങ്കിലും ഒരെണ്ണം പുഴുങ്ങിയെടുക്കുക. അപ്പോൾ ഇതാ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ചോറുണ്ണാണ്. കുമാർ വന്നിട്ടില്ല കേട്ടോ, വരാൻ വൈകും ചിലപ്പോൾ. അങ്ങനെ ആ ചമ്മന്തി കൂട്ടിയിട്ട് മുഖഭാവം കണ്ടപ്പോൾ കഴിക്കണുണ്ടപ്പോഴേ മൂപ്പരാൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സാധനം കഴിക്കുന്നത്. അപ്പോൾ കഴിക്കണുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇഷ്ടമായില്ല എന്ന്. പക്ഷെ ചോറ് അത് കൂട്ടിയിട്ട് തോനെ കഴിച്ചിട്ടു. അപ്പോൾ എനിക്ക് സമാധാനമായി. അപ്പോൾ ഞാൻ എൻ്റെ അടയാഭരണങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മുടെ പാത്രങ്ങൾ ഇവിടെ കഴുകുകയാണ്. പാത്രങ്ങൾ കഴുകി അവിടെ ഒക്കെ ഒന്ന് തുടച്ചിട്ടാൽ സമാധാനമായി. അപ്പം നമുക്ക് കുറച്ച് ഭാഗത്ത് ഒതുങ്ങിയിരിക്കാൻ പോയിട്ട്, ഒതുങ്ങിയിരിക്കാനൊന്നും പറ്റില്ല, നമുക്ക് വീഡിയോസ് എടുക്കാനുണ്ട്. നമ്മുടെ ഹെയർ കെയറിൻ്റെ വീഡിയോസൊക്കെ എടുക്കണം. അതേപോലെ തന്നെ സ്ക്രിപ്റ്റ് എഴുതണം. അത് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഷോർട്സ് ആക്കിയിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും സ്ക്രിപ്റ്റ് ആക്കി എഴുതിയിട്ടാണ് ഷോർട്സ് ഒക്കെ ഇടാറുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്നിരുന്ന് പഠിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് കുട്ടപ്പായ്ക്കുള്ള തലയിൽ തേക്കുന്ന ഉലുവയുടെ വെള്ളം ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് മൂപ്പരാൾ അതൊക്കെ തേക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ മുടി നല്ലോണം നീണ്ടു വളർന്നുണ്ട്. അപ്പോൾ താരൻ ചിലപ്പോൾ വരും. നീണ്ടു വളർന്ന മുടിയിൽ ചിലപ്പോൾ നല്ലോണം അവർ ഡെയിലി ഷാമ്പു യൂസ് ചെയ്യണമെന്നില്ല, നല്ലോണം കളിക്കണം മക്കളും അല്ലേ. അപ്പോൾ ചിലപ്പോൾ താരം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഞാൻ ഉലുവയുടെ വെള്ളം തിളപ്പിച്ച് കൊടുക്കും. അപ്പോൾ ആ വെള്ളം തലയിൽ തേക്കും കേട്ടോ. നമ്മുടെ വൈകുന്നേരം സ്കൂളിലോട്ട് വന്നു കഴിഞ്ഞാൽ. അങ്ങനെ അതാ പാത്രങ്ങളൊക്കെ ഒതുക്കി വെച്ചു. ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നേരെ പോവാട്ടോ. കുട്ടപ്പായ്ക്കുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ട് ഉണ്ണീനെ കൊണ്ടുവരാൻ വേണ്ടി പോവാം. പൊതുവെ കാർത്തികയും വിജയദശമിയാണ് കുട്ടികളെ കൊണ്ടുവരുമ്പോൾ, അവരുടെ മക്കളെ കൊണ്ടുവരുമ്പോൾ അവരുടെ കൂടെ അവനും വരാറാണ് പതിവ്. ഇപ്പോൾ 2 ദിവസമായിട്ട് എന്നോട് ചെല്ലാൻ പറയാറുണ്ട്. അപ്പം നമുക്ക് പോവാട്ടോ. അപ്പോൾ പിറന്നാളിന് മേടിച്ചിട്ടുള്ള ചട്ടല്ലേ, അത് ഞാൻ കളയാണ്ട് നമ്മുടെ വേസ്റ്റ് ഇടുന്ന പാത്രത്തിൻ്റെ അടിയിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ തുടയ്ക്കാനും എടുക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കുമല്ലോ. തുണി വെക്കുമ്പോൾ പിന്നെ അത് കഴുകാനും പിടിക്കാനും നിൽക്കണ്ടേ. അപ്പോൾ കയ്യിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ഞാനത് അവിടെ വെച്ചു. മറ്റേത് തുണി എപ്പോഴും കഴുകാൻ നിൽക്കുമ്പോൾ വെള്ളമാവില്ലേ കയ്യിൽ. അങ്ങനെ അടുക്കളയത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മുടെ അടുക്കളയിലേക്ക് വന്നിട്ട് നമ്മുടെ ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് തിളച്ച് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് അത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് അരി വെള്ളത്തിലിട്ട് വെക്കാം. അത് നമ്മുടെ നാളേക്കുള്ള ദോശയ്ക്ക്. അപ്പോൾ നമ്മുടെ കുട്ടപ്പായനെ കൊണ്ടുള്ള സമയമായി കേട്ടോ. അപ്പോൾ കുട്ടപ്പായുടെ പാട്ടക്കൊടയും അതേപോലെ തന്നെ അവൻ്റെ ഒറിജിനൽ കൊട, ഇക്കൊല്ലത്തെ കൊടയും അതൊക്കെ എടുത്തിട്ട് ഞാൻ നടക്കുകയാണ് കേട്ടോ. കോട്ട് കൊണ്ടുപോയിട്ടില്ല മൂപ്പരാൾ. അവൻ്റെ ഒരു പച്ചക്കോട്ടുണ്ട്, ഇപ്പോൾ 100 രൂപയ്ക്ക് മേടിക്കാൻ കിട്ടുമല്ലോ അത്. അപ്പോൾ അതാ റോഡരികിൽ അവർ വണ്ടിക്ക് നിർത്തി അവർ പിള്ളേരെ ഇറങ്ങി തക്കോട് അവൻ്റെ അവളുടെ കോട്ട് ഇട്ടിട്ടുണ്ട്. ആത്മിക കുട ചൂടിയിട്ടുണ്ട്, കുട്ടപ്പായ കുട ചൂടിയിട്ടുണ്ട്. അവർ 3 കൂടി നല്ല രസമായിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അതൊരു കാണാൻ തന്നെ രസമാണ് കേട്ടോ. കുട്ടപ്പായി ഓടിക്കൊണ്ടിരിക്കുക. അതിപ്പോൾ ഞാൻ വന്നാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ നിന്നു കേട്ടോ. ഈ ഓട്ടത്തിലേ നമ്മുടെ ഈ ഇറക്കം ഞാൻ പറഞ്ഞില്ലേ നല്ല വഴുക്കല, ചിലപ്പോൾ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാനാജനം മുറ്റത്താ കിടക്കുക. അപ്പോൾ അതുകൊണ്ട് പതുക്കെ നടക്കടാ എന്ന് ഞാൻ പറയണം അവനോട് കേട്ടോ.
അങ്ങനെ കുന്നും മലയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ മെല്ലെ വരികയാണ് കേട്ടോ. പാടത്താണെങ്കിൽ നിറയെ വെള്ളം നിറഞ്ഞിരിക്കണു. നിങ്ങൾക്ക് കാണാണ്ടോ ഒരു മഞ്ഞ കളറിൽ ആ പച്ചപ്പുല്ലിൻ്റെ ഇടയിൽ അത് നമ്മുടെ വെള്ളം നിറഞ്ഞതാണ് കേട്ടോ. തോടും പാടൊക്കെ ഒന്നായിട്ട് കിടക്കുകയാണ്. അങ്ങനെ നേരം ഇവിടെ എത്തിയിട്ടോ. അപ്പോൾ കുട്ടപ്പായ്ക്ക് ഇനി ഉലോടെ വെള്ളമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് കുറേ സംസാരിക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അവനോട് കുളിക്കാനും കാര്യങ്ങളൊക്കെ പറയാറുള്ളൂ. അങ്ങനെ അതാ വർത്താനൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ഉമ്മയൊക്കെ കൊടുത്തപ്പോൾ അവന് ഉപ്പ് ചോദിക്കണു. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് അങ്ങനെ ഉപ്പ് ചോദിക്കുന്നത്? അപ്പം ഇന്ന് ഫുട്ബോൾ കളി ഉണ്ടായിരുന്നു അമ്മ. അപ്പം നല്ലോണം വിയർത്ത് പറഞ്ഞു എന്നോട്. അങ്ങനെ ഞാൻ എണ്ണയൊക്കെ തൊട്ട് വരട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉലുവയുടെ വെള്ളമൊക്കെ നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ സന്തോഷ നിമിഷങ്ങളും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെയൊക്കെ തന്നെയാണ് മിക്കവാറും ഉണ്ടാവാറുള്ളത്. പായസം എന്നും ഉണ്ടാവാറില്ല എന്ന് മാത്രം. എന്തേലൊക്കെ ഒരു സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഏട്ടന്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയത് അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇന്ന് നല്ല കൂൺ കറിയാണ് ഉണ്ടാക്കിയത്, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ അത് നല്ല രുചി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കൂന് മേടിച്ചു കൊടുത്തിട്ട് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അതെന്തോ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതെന്തായാലും വീഡിയോ എടുക്കാമല്ലോ. പിന്നെ ഹെയർ കെയറിൻ്റെ വീഡിയോസ് വേണ്ടവർക്ക് നമ്മൾ ഷോർട്സ് ആക്കിയിട്ട് വീഡിയോ ഇടാറുണ്ട്. പലരും തിരക്കുള്ള ആളുകളാണ് അല്ലേ. അപ്പോൾ ഷോർട്സ് ആവും കൂടുതലും നിങ്ങൾക്ക് എളുപ്പമായിട്ട് കാണാൻ പറ്റുന്ന കാര്യം. പിന്നെ വ്ളോഗ് കാണാൻ ഇഷ്ടമുള്ളവർക്ക് നമ്മൾ വ്ളോഗും ഇടുന്നുണ്ട്. അപ്പോൾ രണ്ടാൾക്കും പരാതിയില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബാബ, സീ യു കേട്ടോ.